ചില ആൾക്കാരുണ്ടാവും കേട്ടോ. എന്താ പറയാ, ഈ അവരുടെ അവർ മൊത്തം ചളിയിലായിരിക്കും. എന്നിട്ട് മറ്റൊരാളുടെ കാലിൽ നമ്മൾ പറയില്ലേ, ഏതേ കാക്കക്കാട്ടം കോഴിക്കാട്ടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ പറയില്ലേ, ഇങ്ങനത്തെ കുറേ എണ്ണത്തിനെ നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പലരും പല രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വരും. ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്രതികരിക്കുന്നത് നല്ലതാണ്, പക്ഷെ പ്രതികരിച്ച് നമ്മൾ കരയരുത്, നമ്മൾ സങ്കടപ്പെടരുത്. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. അതിൽ ചില ആൾക്കാർ ഇൻട്രോവേർട്ടുകളാവുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രോവേർട്ടിന് കുഴപ്പങ്ങളുണ്ട്, ഇൻട്രോവേർട്ട് നിന്ന് മാറണം, നിങ്ങൾ എക്സ്ട്രോവേർട്ട്, അങ്ങനെയൊന്നും ഇല്ല. ഇൻട്രോവേർട്ട് ആയ ആൾക്കാർ ഇൻട്രോവേർട്ടാണ്, അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടാണ്. രണ്ടിലും അവരുടേതായ ഇതുണ്ട്. അവർക്ക് അതിൽ കംഫർട്ടായിട്ട് അവർക്ക് അവരായിട്ട് ഇരിക്കാൻ പറ്റണം. ഇൻട്രോവേർട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു, ഭയങ്കര സംഭവമായിട്ട് പ്രസംഗിച്ചു, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് അവരുടേതായ ഒരു സർക്കിളിലാണ് പറ്റുള്ളൂ. അതൊരു കുറവല്ല. എല്ലാവരും എൻ്റെ മോനെ എങ്ങനെ ആക്കണം, അവനെ പ്രസംഗിക്കാം, അവൻ്റെ കഴിവുകൾ എന്താണ് ബാക്കിലെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി വേറെ വല്ല സ്റ്റേജ് ഫിയറോടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലാണ് ഓക്കെ. അപ്പോൾ ഓരോ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും നോക്കുന്നത്. അതല്ലാണ്ട് അവരുടെ മകൻ ഇവരുടെ മകൻ മറ്റൊരു മോള് എന്ന് പറഞ്ഞിട്ടല്ല. ആ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് അവർക്ക് തോന്നണം. അവർക്കായിട്ട് തോന്നിയിട്ട് എനിക്കിത് ചെയ്യണം, അത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ അച്ഛനമ്മമാരുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കുട്ടികളെ കൊണ്ടുവന്ന് തള്ളിക്കൊണ്ട് വെക്കേണ്ടത്. പലപ്പോഴും അച്ഛനമ്മമാർ അവരുടെ കുറേ ഇഷ്ടങ്ങളാണ് കുട്ടികളുടെ തലയ്ക്കകത്തേക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ പറയില്ലേ, ഈ മത്സരത്തിന് പോകുന്ന സമയത്ത് പിന്നാലെ ബാഗും തൂക്കിയിട്ട് നടക്കണ അച്ഛനമ്മമാരുണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന പ്രഷറാണ് ഹെവി ആയിട്ട് കൊടുക്കുന്നത്. കയറട്ടെ, ജയിക്കട്ടെ, തോക്കട്ടെ. ചില കുട്ടികൾക്ക് എന്താ പറയുക, എല്ലാവരും ജയിക്കണം, അവർക്ക് തോൽക്കാനേ പാടില്ല. തോറ്റു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുക. കാരണം ശീലാക്കി, ഹാബിറ്റാക്കി. എല്ലാറ്റിനും ഞാൻ ജയിച്ചിരിക്കണം, ഒരാൾ നമ്മളെക്കാളും മുകളിലേക്ക് ആവരുത്, നമ്മളിങ്ങനെ എല്ലാവരും പോകണം. എന്നിട്ട് ഇവർക്ക് ലാസ്റ്റ് ഉണ്ടാവുന്ന എക്സ്ട്രീമാണ്. എന്നിട്ട് ഇവിടെ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്താണ് എല്ലാവരും അയ്യോ എൻ്റെ മോൻ എന്തുണ്ടായി, എൻ്റെ മോൾക്ക് എന്തുണ്ടായി പറഞ്ഞിട്ട് നിലവിളി തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് തിരിച്ചറിയണം. പിന്നെ കുട്ടികളുടെ മേൽ അമിതമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട് ചിലർ. നിന്നെക്കൊണ്ട് സാധിക്കും, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നീ ഇങ്ങനെയാണ്, നീ എപ്പോഴും നല്ല കുട്ടിയാണ്, നീ അതാണ് ഇതാണ്. എല്ലാ സമയത്തും കുട്ടിയായിട്ടിരിക്കാനൊന്നും പറ്റണമെന്നില്ല. ചിലപ്പോൾ കുറുമ്പൊക്കെ കാണിച്ചു എന്ന് വരും. പക്ഷേ ഈ കുട്ടികളുടെ മേലേക്ക് കൊടുക്കുന്ന ഈ പ്രഷർ കാരണം കൊണ്ട് കുട്ടികൾക്ക് ഓവർ പ്രഷറാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കുട്ടികളെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ പോലും പറ്റില്ല. അതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായ, ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടു, നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായി, നിങ്ങളുടെ കാലത്ത് കഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കുട്ടികൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണോ, നിങ്ങളുടെ കയ്യിൽ എന്ത് പൈസ ഉണ്ടോ അത് നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ടത് എന്നുള്ളതല്ല, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഇനി കുട്ടികൾ നിങ്ങളുടെ വിഷമവും സങ്കടങ്ങളും കേൾക്കാൻ റെഡി ആയിട്ട്, കഥ കേൾക്കാൻ റെഡി ആയിട്ട് വരികയാണോ ഓക്കെ. ചില വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ്.